പകൽ സമയങ്ങളിൽ പോർക്കളത്തിൽ ആയുധം വെച്ച് പോരാടി രാത്രിയാകുമ്പോൾ ജാസ്മിന്റെ മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങുന്ന കില്ലാടിയാണ് ഗബ്രി. ദെൻ ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. ഇന്നലെ രാത്രിയിൽ ലൈവിൽ നടന്ന ചില കാര്യങ്ങളാണ്. ഗബ്രി പച്ചയ്ക്ക് പറയാണ് ജാസ്മിനോട്, എനിക്ക് ബിഗ് ബോസിന്റെ കപ്പോ അല്ലെങ്കിൽ ഈ ബിഗ് ബോസിൽ വിജയിക്കണമെന്നോ പവർ ടീമോ ഒന്നുമല്ല എനിക്ക് പ്രധാനം, നീയാണ് ജാസ്മിൻ. എന്താണ് ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പവർ റൂമിൽ ഇപ്പോൾ ജാസ്മിന് കയറാൻ പറ്റില്ല. ജാസ്മിൻ ക്യാപ്റ്റനാണ്. പവർ ടീം അംഗങ്ങൾക്ക് മാത്രമേ ഈ ആഴ്ച മുതൽ പവർ റൂമിൽ കിടക്കാനായിട്ടുള്ള അവകാശമുള്ളൂ. അപ്പോൾ എന്ത് പറ്റി, ജാസ്മിനും ഗബ്രിക്കും തമ്മിൽ ഇനി കാണാൻ പറ്റില്ല. രാത്രി സമയങ്ങളിലാണല്ലോ ഇവര് ഒന്നിച്ചിരുന്ന് വർത്താനം പറയുന്നതും ഇവരുടേതായിട്ടുള്ള സ്വകാര്യ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതും തൊട്ടുരുമിയൊക്കെ ഇരിക്കുന്നതും. ഇപ്പോൾ ജാസ്മിനും ഗബ്രിക്കും അത് സാധിക്കുന്നില്ല പവർ റൂമിൽ കയറാനായിട്ട്. എന്നാണ് നമ്മുടെ ജാസ്മിന് സാധിക്കാത്തതുകൊണ്ട് തന്നെ ഗബ്രി ജാസ്മിനെ വിളിച്ചുകൊണ്ട് നമ്മുടെ സോഫ ഏരിയയിൽ ചെന്ന് നിന്ന് സംസാരിക്കുകയാണ്. ഇങ്ങനെ പറയാണ്, എനിക്ക് ഈ ഒരു വൈൽഡ് കാർഡ്സ് വന്നപ്പോൾ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് കിട്ടിയ ഹിന്റും കാര്യങ്ങളും കൊണ്ട് ജാസ്മിൻ ഇപ്പൊ കുറച്ച് അകലം പാലിക്കുന്നുണ്ട്. അതുകൊണ്ട് നിന്റെ കയ്യിൽ പിടിക്കാൻ പോലും എനിക്ക് പേടിയാവുന്നു ജാസ്മിൻ എന്ന് പറയുമ്പോൾ ആ കയ്യും എടുത്ത് ജാസ്മിൻ പിടിക്കുന്നുണ്ട്. എന്നിട്ട് സംസാരിക്കുന്നുണ്ട് അവരിരുന്ന്. ഗബ്രി പച്ചക്ക് തന്നെ ഇരുന്ന് പറയാണ്, എനിക്ക് ഇവിടുത്തെ ട്രോഫിയോ അല്ലെങ്കിൽ ഒരു ബിഗ് ബോസിൽ നിന്ന് ഇപ്പൊ പോകേണ്ടി വന്നാലും എനിക്കൊരു പ്രശ്നമില്ല, എനിക്ക് നീ തന്നെയാണ് ഇവിടെ പ്രധാനം എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് ജാസ്മിന്റെ മുന്നിൽ തപസിരിക്കുന്നത് പോലെ കണ്ടു കഴിഞ്ഞ പാവം തോന്നും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രാത്രി സംസാരിക്കാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ കാര്യം അസ്ഥിക്ക് പിടിച്ച പ്രണയം, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഇതിപ്പോ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയായാലും ജാസ്മിന്റെ കല്യാണം മുടങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു വല നമുക്ക് എറിഞ്ഞു നോക്കാം, അതിൽ കയറിയെങ്കിൽ ജാസ്മിൻ ഇങ്ങ് പോകുന്നോളൂ എന്നുള്ള സെറ്റപ്പിൽ തന്നെയാണ് ഇപ്പൊ ഗബ്രി ഇത്രയും അടുത്ത് പെരുമാറുന്നതും. ജാസ്മിൻ അത് മനസ്സിലാക്കാതെ ഒപ്പം നിന്ന് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ മനസ്സിലായിട്ടും അതുപോലെ തന്നെ നടക്കട്ടെ, ജാസ്മിനും ഗബ്രിന് ഇഷ്ടമായിരിക്കും. അപ്പോൾ ജാസ്മിനും ഗബ്രിയുടെ താളത്തിനൊത്ത് തുള്ളുന്നുണ്ട്, രണ്ടുപേരും ഒന്നിച്ച് താളം ചവിട്ടുന്നുണ്ട്. എന്തൊക്കെയായാലും ഇവർ തമ്മിലുള്ള ബന്ധം പ്രണയബന്ധത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇനിയിപ്പോൾ ഇതിനെ സൗഹൃദ ബന്ധം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാനായിട്ട് ഞാനില്ല. ഇത് പ്രണയബന്ധം തന്നെയാണ്. അസ്ഥിക്ക് പിടിച്ച ഗബ്രി, അസ്ഥിക്ക് പിടിക്കാനിരിക്കുന്ന ജാസ്മിൻ, രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക്